ചെറിച്ച എന്റെ മനസ്സിൽ എന്തൊക്കെ പേടി തോന്നുന്നു. ചാരുവിന് എന്തോ പറ്റിയെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഇനി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല ചെറിയച്ച. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഈശ്വര, ഇവര് ശരിക്കും പോലീസിലേക്ക് പോയി കളയോ? ജഗദീഷ് ആണെങ്കിൽ ഇതുവരെ ഫോണും ചെയ്തില്ല. കാശിന്റെ കാര്യമൊന്നും മിണ്ടുന്നുമില്ലല്ലോ. അവന്റെ ഉദ്ദേശം എന്താ? ശരി മോളെ, ഇപ്പൊ തന്നെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. ഹലോ, അനിയത്തിയെ കാണാത്തോണ്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും അല്ലേ? പേടിക്കണ്ട കേട്ടോ, നിന്റെ അനിയത്തി എന്റെ അടുത്ത് സുരക്ഷിതയായിട്ടിരിപ്പുണ്ട്. ആരാണ് നിങ്ങള്? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ അനിയത്തി എന്റെ അടുത്ത് എങ്ങനെ വന്നു, അവളെ തിരിച്ചു കിട്ടാൻ എന്ത് നീ എനിക്ക് തരണം എന്നുള്ളതൊക്കെ ചോദിക്കും. മേഘന് ആരാ മോളെ? ഫോണിൽ ആരാ? എന്താ അവര് പറയുന്നത്? പറഞ്ഞോളൂ, എന്തിനാ എന്റെ അനിയത്തെ പിടിച്ചോണ്ട് പോയേ? എന്താ നിങ്ങളുടെ ആവശ്യം? നിന്റെ അനുജത്തിയെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുക. അതിന് പ്രതിഫലമായിട്ട് നീ എനിക്ക് ഒരു 20 ലക്ഷം രൂപ തന്നാ മതി. ഏത് തോന്നി വെച്ചേടാ നീ? എന്റെ അനിയത്തി നിന്റെ അടുത്തുണ്ട് എന്നുള്ളതിന് എന്ത് തെളിവാ ഉള്ളത്? 20 ലക്ഷം ഞാൻ നിന്നോട് ചോദിക്കണമെങ്കിൽ ആ തെളിവില്ലാഞ്ഞിട്ടായിരിക്കുമോ? ഒരു മിനിറ്റ് നിക്കേ. മോളൊന്നേ വാട്സപ്പ് തുറന്ന് നോക്ക്. ചാരു, നിന്റെ അനുജത്തി എന്റെ അടുത്തുണ്ടെന്ന് ഇനിയെങ്കിലും വിശ്വസിക്കുവോ? വേണമെങ്കിൽ അനുജത്തി വിളിച്ചൊന്ന് സമാധാനിപ്പിക്കും. നിന്റെ ചേച്ചിക്ക് നിന്നോടെന്തോ പറയാനുണ്ട്. എന്താണെന്ന് ചോദിക്കും. ചേച്ചി, ചേച്ചി ഇവന്മാരെന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നിരിക്കുക ചേച്ചി. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ചേച്ചി പെട്ടെന്ന് വന്ന് എന്നെ രക്ഷിക്കുക ചേച്ചി. ചേച്ചി, തത്തമ്മേ പൂച്ച പൂച്ചാന്ന് നിന്റെ അനുജത്തി പറഞ്ഞത് കേട്ടല്ലോ. ഈ തത്തമ്മയെ കൂട്ടി നിറക്കി വിടണമെങ്കിലേ എന്റെ കയ്യില് 20 ലക്ഷം കിട്ടണം. ദയവ് ചെയ്ത് എന്റെ അനിയത്തിയെ ഉപദ്രവിക്കരുത്. ഞാൻ അവളെ ഉപദ്രവിക്കാതിരിക്കണമെങ്കിലും അവള് ജീവനോടെ തിരിച്ചു വരണമെങ്കിലും ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് നീ തരണം. അവൾക്കുള്ള വിലയാണ് 20 ലക്ഷം. ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നാ മതി. നിന്റെ അനുജത്തിയെ ഞാൻ ജീവനോടെ വിട്ടുതരും. അത് വിട്ടിട്ട് എന്നെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ അടുത്തെങ്ങാനും പോയാൽ ഫലം വിപരീതമായിരിക്കും. തലയില്ലാത്ത നിന്റെ അനുജത്തിയുടെ ശരീരം മാത്രമായിട്ട് നിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിടും ഞാൻ. ആരാടാ നീ? ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ടാണ് നീ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയത്. 20 ലക്ഷം തരാനുള്ള ഗതിയൊന്നും ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കും? ഡാടാ, ദയവ് ചെയ്ത് എന്റെ മോളെ വിട്ടേക്ക്. നിനക്കത് തരാൻ നിവർത്തിയില്ലായിരിക്കും.
പക്ഷേ മേഘ്നയ്ക്ക് ഒത്തിരി ആസ്തിയുണ്ടല്ലോ. അവളൊന്ന് മനസ്സ് വെച്ചാ നിഷ്പ്രയാസം ആ കാശുണ്ടാക്കാം. പണം എങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത് പിന്നെ പറയാം. ഇതിനോടകം അത് അറേഞ്ച് ചെയ്യാനുള്ള വഴി നോക്ക്. ഹലോ ഹലോ. മോളെ മേഘനെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? പോലീസിൽ ചെന്ന് ഒരു പരാതി കൊടുത്താലോ? അത് വേണ്ട ചെറിയച്ച. നമ്മൾ അവൻ പറയുന്നതിനെതിരായിട്ട് വല്ലതും ചെയ്താ ചാരുവിന് അത് അപകടമായി തീരെയുള്ളൂ. അവക്ക് വല്ലതും പറ്റിയ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ട മോളെ? ഇതിലിനിയിപ്പോ എന്താ ചെയ്യാനുള്ളേ? എത്രയും പെട്ടെന്ന് ശേഖരമാവനെ ഫോണിൽ വിളിക്കാൻ നോക്ക്. കാര്യം പറഞ്ഞ് കാശുമായിട്ട് പെട്ടെന്ന് വരാൻ പറ. കൊച്ചിന്റെ ജീവനേക്കാളും കാശാണോ വലുത്? അതെ ചെറിയമ്മ, ചെറിയമ്മ പറഞ്ഞതാ ശരി. ഇപ്പൊ തന്നെ ഞാൻ ശേഖര മുത്തശ്ശനെ വിളിക്കട്ടെ. സ്പീക്കർ ഓൺ ചെയ്യും മോളെ. ഹലോ ഹലോ, ഞാനാ മേഘനയാ സംസാരിക്കുന്ന. ഇതാരാ? ശേഖര മുത്തശ്ശനില്ലേ? അങ്ങേർക്ക് തീരെ സുഖമില്ല മോളെ. 2 ദിവസമായിട്ട് കണ്ണു പോലും തുറക്കുന്നില്ല. ഫോൺ കൊടുത്താൽ തന്നെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഉണരുമ്പോ വല്ലതും പറയണേ അറിയിച്ചാ മതി. തൽക്കാലം ഒന്നും പറയണ്ട. 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. അതെന്താ മേഘനെ ഒന്നും പറയാതിരുന്നേ? ശേഖരമാവൻ സുഖമില്ലാതെ കിടന്ന കിടപ്പിലാണെന്ന് പറഞ്ഞതിന്റെ പേരില് നിന്റെ അനിയത്തി എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നും അല്ല ചെറിയമ്മ. മുത്തശ്ശൻ വയ്യാണ്ട് കിടക്കുമല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ അത് മതി പിന്നെ വല്ലതും പറ്റാൻ. പ്രായമായ മനുഷ്യനല്ലേ, സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും ശേഖരമുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടില്ല. അവിടെ ചാരു ആണെങ്കിൽ ജീവനോടെ തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും മമ്മി? ശേഖരമുത്തച്ഛൻ ഇല്ലെങ്കി ഇപ്പൊ എന്താ മോളെ? മേഘനയുടെ ഭർത്താവിന്റെ വീട്ടുകാരുണ്ടല്ലോ, അവിടുന്ന് മേടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. മോളെ മേഘനെ, ഇനി നീ ഒന്ന് ആലോചിക്കാൻ നിൽക്കണ്ട. ചെന്ന് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചോദിക്ക്. ചാരുവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് അവര് സഹായിക്കാതെ ഇരിക്കുകയൊന്നുമില്ല മോളെ. മേഘനെ, നീ സമയം വൈകിക്കും തോറും അവിടെ ചാരുവിന്റെ ജീവൻ അപകടത്തിലാവും. ഇനി നീ ഒന്നും ചിന്തിക്കണ്ട. ശരി ചെറിയമ്മേ, ഞാൻ മിഥുനേട്ടന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മേഘനെ, എന്ത് പറ്റി മോളെ? അച്ഛനും ഫോൺ ലിഫ്റ്റ് ചെയ്യുന്നില്ല ചെറിയച്ച. അങ്ങനെ ഇപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ എന്താ? നേരിട്ട് എന്ന് കാല് പിടിച്ചാലെങ്കിലും കാശ് കിട്ടില്ലേ? എന്താ മേഘനെ? ശരി ചെറുമേ, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് പോവാ. അച്ഛനോട് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറയാം. ഞാൻ പോയിട്ട് വരാൻ ചെറിയ. മഞ്ജരി, നീ ആരെയോ കാത്തു നിൽക്കാൻ തോന്നല്ലോ. ആ ഏതും പോരാത്ത മേഘനെ തന്നെ. എന്ത്? മേഘനെ കാത്തു നിൽക്കുകയാണെന്നോ? അവളിങ് വരട്ടെ ആന്റി. അവൾ ഈ വീട്ടിലുള്ളപ്പോഴല്ലേ അവളെ നമുക്ക് പുകയ്ക്കാനും പുറത്ത് ചാടിക്കാനും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റൂ. പുറത്തുള്ള സമയം മൊത്തം അവൾക്ക് പരമസുഖമായിരിക്കും. ഇങ്ങനെ അവള് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയാലെങ്ങനെ? വരട്ടെ അവള്. അവളിങ്ങ് തിരിച്ചു വന്നിട്ട് വേണം ഇന്നത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ. നിന്റെ ഈ വാശി കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്.
ഈ പക ഇങ്ങനെ തന്നെ കത്തി നിൽക്കട്ടെ. ആ അഗ്നിയിൽ മേഘന പെട്ടെന്ന് ഇരിഞ്ഞടങ്ങും. അച്ഛാ അച്ഛാ നിക്കടെ അവിടെ. എന്തിനെങ്ങനെ കീറി അലക്കുന്നേ? അങ്കിള് വീട്ടിലില്ല. ഇന്നെനിക്ക് അമ്മയെങ്കിലും കണ്ടാ മതി. കണ്ടിട്ട് എന്തുണ്ടാക്കാനാ? അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. മേഘന അവിടെ നിക്ക്. നിനക്കിപ്പോ അരുണിമേച്ച് കാണാനുള്ള അനുവാദമില്ല. അങ്ങനെ പറയില്ല ചെറിയമ്മേ. അത്യാവശ്യമായിട്ട് എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ. തലവേദന കാരണം ചേച്ചി കിടന്ന് ഉറങ്ങുക. ഇങ്ങനെയുള്ള സമയത്ത് ചെന്ന് വിളിച്ചാ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ചിലപ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും ചെയ്യും. എന്നാ പിന്നെ മിഥുനേട്ടനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും നല്ലത്. മിഥുനേട്ടന്റെ ഫോൺ കിട്ടുന്നില്ലല്ലേ ഈശ്വര. മേഘനെ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ? അതോ ഉത്തരം തരാതെ എന്നെ അപമാനിക്കാനാണോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലേ ചെറിയമ്മേ. എന്നാ പിന്നെ കാര്യം പറ. എന്താ നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യം? അച്ഛൻ എവിടെ, അമ്മ എവിടെന്ന് ചോദിച്ച് ഇത്രയ്ക്ക് വെപ്രാളപ്പെടുന്ന എന്തിനാ? കാരണമുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 20 ലക്ഷം രൂപ വേണം. ചെറിയമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ തരൂ. നീ എന്താ ആളെ കളിയാക്ക? എന്താ 20 ലക്ഷം വേണോന്നോ? അല്ല, നിനക്ക് 20 ലക്ഷത്തിൽ എത്ര പൂഞ്ചുണ്ടെന്നറിയോ? ദേവി, ഇത് എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി ചെറിയമ്മേ. എനിക്ക് 20 ലക്ഷം കിട്ടിയേ പറ്റൂ. അത് ഇപ്പൊ തന്നെ. എന്താണാവോ അത്രയ്ക്ക് അർജന്റ്? എന്റെ അനിയത്തി ആരോ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. 20 ലക്ഷം ഉടനെ കൊടുത്തില്ലെങ്കിൽ അവളെ വിടില്ലെന്ന്. വൈകിച്ചാൽ അവളുടെ തലയർത്ത് പാസൽ ചെയ്ത് അയക്കുന്ന പറഞ്ഞ. ഞാൻ അടിമുടി വിറയ്ക്കാൻ നിന്ന് ചെറിയമ്മേ. ഓ, അത്രയും കാശ് ഇപ്പൊ എവിടെ നിന്ന് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആകെയുള്ള ആശ്രയ വീടാ. പ്ലീസ് ചെറിയമ്മേ, ദയവ് ഇത് എനിക്ക് ആ കാശ് തരാൻ പറ്റുമോ? എന്താ മേഘനെ, ഇതെന്ത് പുതിയ നാടകം? കാശ് അടിച്ചു മാറ്റാൻ പറ്റിയ കഥ തന്നെയാണല്ലോ. ഇത് കഥയൊന്നുമല്ല, ഞാൻ പറയുന്നത് സത്യ. ഞാൻ ആ കാശ് കൊണ്ടു കൊടുക്കാൻ വൈകിയ എന്റെ അനിയത്തി അവര് കൊന്നു കളയും. മതി, നിർത്തടി നിന്റെ അഭിനയം. നീ പെരും കള്ളിയാണെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. പണത്തിന് വേണ്ടി ഇങ്ങനെ തരം തരണോ? അതെ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല മേഘനെ. കഴിഞ്ഞ ദിവസം നെക്ലസ് പൊട്ടിപ്പോയപ്പോ എനിക്ക് തരാനുള്ള കാശിന് വേണ്ടി ജോലിക്ക് പോവാൻ ഇറങ്ങിയവളാ. അതിനെ ന്യായീകരിച്ചതോ സത്യ ഹരിചന്ദ്രന്റെ അനന്തരവളാണ്, സത്യം മാത്രമേ പറയൂ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് കടം വീട്ടും എന്ന് എന്തൊക്കെയോ പ്രസംഗിച്ചു. എന്നിട്ട് എന്തിനാവോ 20 ലക്ഷത്തിന് വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ പിച്ചെടുക്കുന്നേ? ഇതായിരുന്നോടി നിന്റെ ആത്മാഭിമാനം? സൂത്രം കയ്യിലിരിക്കട്ടെ. നീ ചോദിച്ചതും ലക്ഷങ്ങളുടെ കെട്ടെടുത്ത് നിന്റെ കയ്യിൽ വെച്ച് തരാനേ ഇവിടെ ആരുടെയും തലയ്ക്ക് ഓണമില്ല. ഞാൻ മാത്രമല്ല, ഈ വീട്ടിൽ ഒരാൾ പോലും നിനക്ക് നയാ പൈസ തരില്ല. എന്തുകൊണ്ടാന്നറിയോ? ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഈ വീട്ടിൽ നിനക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്തതുകൊണ്ട്. കുറച്ചുനാള് കഴിഞ്ഞ് കളയാൻ വെച്ചിരിക്കുന്ന സാധനത്തിന് അത്രയും ലക്ഷങ്ങൾ ഏത് വകുപ്പിലാ തരേണ്ടത്? ഏത് ബന്ധത്തിന്റെ അവകാശത്തിലാ നീ ചോദിക്കുന്നത്? കാശുണ്ടാക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത്രയും തരം താഴ്ന്ന പണി ചെയ്യാണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ വല്ല കഥ ഉണ്ടാക്ക്. അണ്ടർസ്റ്റാൻഡ്? കടക്കട ഇവിടുന്ന് പുറത്ത്. മമ്മി, എന്താ മമ്മി ഇത്? കപ്പലണ്ടി അടി 2 വേണമെങ്കിൽ കുറച്ചോ. അപ്പുറത്ത് വേദി തകർക്കുന്ന രംഗങ്ങൾ നടക്കുമ്പോ മമ്മി ഇവിടെ കപ്പലണ്ടി കുറച്ചോണ്ടിരിക്കാ? ഈ കിഡ്നാപ്പിംഗ് സീക്വൻസ് കഴിയുന്നവരെ ഇങ്ങനെ കപ്പലണ്ടി വറുത്ത് തിന്ന് സമയം കളയാണ്ട് നമുക്ക് വേറെ പണി എന്താ ഉള്ളെ? അല്ല മമ്മി, മേഘന അവളുടെ വീട്ടിൽ ചെന്ന് കാശ് ചോദിച്ചുടനെ
അവര് വല്ലതെടുത്ത് കൊടുക്കുന്ന തോന്നുന്നുണ്ടോ? മേഘനയുടെ കരച്ചില് കണ്ടിട്ടെങ്കിലും അവരെന്തെങ്കിലും കൊടുക്കാതിരിക്കില്ലടി. അമ്മി, ഈ കിഡ്നാപ്പ് ഡ്രാമ ഒന്ന് അവസാനിച്ച് ആ കാശ് നമ്മുടെ കയ്യിൽ എപ്പോഴും എത്താന്ന് ഞാൻ കൊതിച്ച് കാത്തിരിക്കുക മമ്മി. ഒക്കെ കിട്ടുവടി, നീ സമാധാനപ്പെട്. ഐശ്വര്യലക്ഷ്മി കയറി വരുമ്പോഴേ അടിവെച്ച് പതുക്കെ കയറി വരുള്ളൂ. അതുവരേക്കും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അരുന്ധതി, എന്താടി ഇത്? എന്താ ഏട്ടാ പറ്റിയേ? കുട്ടികളെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയ ശേഖര അമ്മാവൻ അവരെ നമ്മളെ ഏൽപ്പിച്ചേ. എന്നിട്ട് നീ അമ്മയെ പോലെ അല്ലെങ്കിലും സഹജീവിയോടുള്ള സഹതാപമെങ്കിലും കാണിക്കായിരുന്നു. ഞാൻ ആ പിള്ളേരെ നല്ലോണം തന്നെ അല്ലേ എന്നെ നോക്കുന്നേ? കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഏതൊരമ്മയും ഒന്ന് പെടഞ്ഞു പോവും. ഇതിപ്പോ പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയെ കാണാതായിട്ടും നിനക്ക് വല്ല കൂസലുണ്ടോ? ചാരുവിന് വല്ലതും പറ്റുമെന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ സപ്രമഞ്ചത്ത് ഇരുന്നോണ്ട് കപ്പലണ്ടി നിന്നോ? നിന്റെ ഈ രീതി എനിക്ക് മനസ്സിലാവുന്നില്ല അരുന്ധതി. മുകുന്ദ, ചാരുവിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? അതല്ലടാ, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവള്. നമ്മള് പറഞ്ഞത് വല്ലതും ഡാഡി കേട്ടോന്നായിരുന്നു എന്റെ പേടി. ശരിയാടി, പെട്ടെന്ന് ഹൃദയം നിന്ന് പോയ പോലെ തോന്നി. അയാള് പോട്ടെ, 4 ചീത്ത പറഞ്ഞെങ്കിലും നമ്മള് പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. മമ്മി, മേഘന തിരിച്ചു വരാത്തതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. മമ്മി ഒന്ന് ഫോൺ ചെയ്തു നോക്ക്. അവര് കാശ് തന്നോ ഇല്ലയോന്ന് അറിയണ്ടേ മമ്മി? ഞാൻ വിളിക്കാടി. ഹലോ മോളെ മേഘനെ, അവിടെ ചാരുവിന് എന്തെങ്കിലും പറ്റിയോന്ന് ഓർക്കുമ്പോ എന്റെ നെഞ്ചു കിടന്ന് പെടയ്ക്കുക. ആ ദുഷ്ടന്മാര് ചാരുവിനെ കൊന്നു കാണുവോ? ഏത് സമയത്ത് അവരിവിടെ തല കൊണ്ടുവന്നിട്ടേച്ച് പോവാന്നറിയില്ല. ആലോചിച്ചാൽ തന്നെ എനിക്ക് ഹൃദയസ്തംഭനം വരുമെന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, നിന്റെ അമ്മായിച്ചൻ കാശ് തന്നോ? തന്നില്ല ചെറിയമ്മ. അയാളൊന്നും തന്നില്ലേ? അതെന്താ മോളെ? അച്ഛൻ വീട്ടിലില്ല, എങ്ങോട്ട് പുറത്തു പോയിരിക്ക. ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. മിഥുനേട്ടന്റെ ഫോണാണെങ്കിൽ പരിധിക്ക് പുറത്താ. അമ്മ സുഖമില്ലാതെ മോളത്തെ റൂമിൽ കിടക്കുക. ചെറിയമ്മയോട് ചോദിച്ചപ്പോ തരില്ലെന്നും പറഞ്ഞ് ആട്ടി. ഇനി എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ചെറിയമ്മ. അവിടെയുള്ള ഒരെണ്ണത്തിന് ഒരു മനസാക്ഷിയും ഇല്ലേ മോളെ? ഒരു ജീവനോടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടും കാശ് തരാൻ മടിക്കുന്നോ? അവര് പോട്ടെ ചെറിയമ്മ, നമ്മൾ ആരെ ആശ്രയിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം നമ്മുടെ കഷ്ടകാലോ എന്നും പറഞ്ഞ് ചാരുവിനെ നീ അവർക്ക് കൊലക്കൊടുക്കാൻ പോവാ? അവളുടെ മരണവാർത്ത കേൾക്കാനാണോ എന്നെ ജീവനോട് വെച്ചിരിക്കുന്നേ? ഇല്ല ചെറിയമ്മ, എന്ത് വന്നാലും ചാരുവിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ ഞാൻ രക്ഷിച്ചോളാം. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂന്നാ മേഘനെ? ഞാൻ നേരെ ചാരു ഉള്ളിടത്തേക്ക് തന്നെ പോവാ. അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല. ഇനി അവരുടെ തല്ല് കൂടിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ എന്റെ ചാരുവിനെ രക്ഷപ്പെടുത്തും. എന്താടി ശാലു ഇത്? ഈ മേഘന മരമണ്ടിയാണോ അതിബുദ്ധിശാലിയാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും അവളുടെ അമ്മായിയമ്മയുടെ അടുത്തുനിന്ന് കാശ് കൊണ്ടുവന്ന് ആ ജഗദീഷിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അനിയത്തെ കൊണ്ടുവരുമെന്ന് കരുതി